വളരെ പ്രധാനപ്പെട്ടൊരു കേരളത്തിലെ വാർത്തയിലേക്കാണ്. 3 MLA-മാരെ സസ്പെൻഡ് ചെയ്ത് നിയമസഭാ സ്പീക്കർ. റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചീഫ് മാർഷലിനെ ആക്രമിച്ച സംഭവത്തിലാണ് നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പറയും. ഇന്ന് രാവിലെയാണ് വലിയ രീതിയിൽ നാടകീയ സംഭവങ്ങൾ നിയമസഭയിൽ അരങ്ങേറിയത്. അമ്പലം വിഴുങ്ങികളെ ശക്തമായ നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ബാനറൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ നടത്തിയത്. ഇതിനെതിരെ ഭരണപക്ഷ MLA-മാരും പാഞ്ഞെടുത്തിരുന്നു. വിശേഷിച്ച് MP രാജേഷ് അടക്കമുള്ളവരാണ് വലിയ രീതിയിൽ ഒച്ചപ്പാട് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ഭരണ പ്രതിപക്ഷ വാക്പോരിന് ഇടയാക്കിയിരുന്നു. അതിനിടെ പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡൈസിലേക്ക് കുതിച്ച് കയറാൻ ശ്രമിച്ചു. അത് വാച്ച് ആൻഡ് വാർഡ് എത്തി തടഞ്ഞിരുന്നു. വാച്ച് ആൻഡ് വാർഡുമായി പ്രതിപക്ഷ MLA-മാർ ഉന്തും തള്ളും ഉണ്ടായി. അതിൽ ചീഫ് മാർഷലിന് പരിക്ക് പറ്റി എന്നാണ് പരാതി. എന്നാൽ ഈ പരാതി വ്യാജമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മറുപടി. എന്തായാലും ഈ സംഭവത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോജി എം ജോൺ അടക്കം 3 MLA-മാരെ, പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്പീക്കർ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. പ്രശാന്ത്, പറയൂ. ശ്യാം, സഭയിൽ നടന്ന സംഭവ വികാസങ്ങളുമായി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട 3 MLA-മാർക്കെതിരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പാർലമെൻ്റ് കാര്യമന്ത്രി MP രാജേഷാണ് സസ്പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായിരുന്നു, ഇന്നും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിൽ ചീഫ് മാർഷൽക്കടക്കം പരിക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാണ് സ്പീക്കർ പറഞ്ഞത്. തുടർന്ന് സമാനമായ രീതിയിൽ വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങൾക്കടക്കം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 3 MLA-മാർക്ക് സസ്പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് എം വിൻസെൻ്റ് MLA, റോജി എം ജോൺ, അതോടൊപ്പം തന്നെ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ അടക്കമുള്ള 3 MLA-മാർക്കെതിരെയാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. തുടർന്നുള്ള സഭാ സമ്മേളനത്തിൽ അടക്കം പങ്കെടുക്കാൻ പാടില്ല എന്നടക്കമുള്ള കാരണങ്ങൾ പറയുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളോളമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയിൽ നടന്നുകൊണ്ട് വരികയാണ്. ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതിഷേധം, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുകയും അങ്ങോട്ട് പരസ്പരം വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്പീക്കർ ഡയാസിൻ്റെ മുന്നിലേക്ക് പ്രതിപക്ഷം എത്തുകയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ അംഗങ്ങളെ, അതായത് 3 നിയമസഭാ അംഗങ്ങളെ, MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്നൊരു പ്രമേയം പാർലമെൻ്ററി കാര്യമന്ത്രി MP രാജേഷ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 MLA-മാർക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അടുത്ത വരുന്ന സഭാ സമ്മേളനങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സസ്പെൻഷനിലൂടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്യാം, യെസ്, 3 MLA-മാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് സ്പീക്കർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.